നമുക്കറിയാം കർണാടക എന്ന് പറയുന്നത് നേരത്തെ തന്നെ BJPക്ക് അധികാരം ഉണ്ടായിരുന്നതാണ്. അവർ പല അഭ്യാസങ്ങളൊക്കെ നടത്തിയാണ് അവിടുത്തെ ഭരണം പോയതെന്ന് നമുക്കറിയാം. സിദ്ധരാമയ്യെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിയാൽ സിദ്ധരാമയ്യ പക്ഷത്തെ അങ്ങനെ തന്നെ അടർത്തിയെടുത്തുകൊണ്ട് BJP വീണ്ടും കർണാടകത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. 4 സ്റ്റേറ്റ് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഈ കയ്യിലിരിപ്പ് കാരണം ചിലപ്പോൾ അത് അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോയാൽ കോൺഗ്രസിന് കനത്ത ക്ഷീണമായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു നേതൃമാറ്റം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാതെ. ഒരുപക്ഷെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി കിട്ടുമായിരുന്നു എന്നുള്ളത് വൈകിയാണെങ്കിൽ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമസ്കാരം. ഈ കോൺഗ്രസിന്റെ അവസ്ഥ ചില നേരത്ത് നമുക്ക് തന്നെ വിഷമം തോന്നും. ദിവസങ്ങളെടുത്ത് കേരളത്തിലെ പ്രശ്നം തൽക്കാലത്തേക്ക് ഒതുക്കിയപ്പോൾ കാരണം അടുത്ത പ്രശ്നങ്ങൾ വഴിയേ വരും. തൽക്കാലത്തേക്ക് ഒന്ന് ഒതുക്കിയപ്പോൾ തൊട്ടടുത്ത് കർണാടകയിൽ ആകെ ബഹളായിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നേതാക്കൾ വീണ്ടും ചർച്ചകൾക്ക് എത്തിയിരിക്കുന്നത്. അവിടെ അധികാര കൈമാറ്റമാണ് അവിടുത്തെ വിഷയം. ഇവിടെ VD സതീശൻ ജനവികാരത്തെ മാനിച്ച് വന്നപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. കാരണം നമുക്കറിയാം ശിവകുമാറിനായിരുന്നു ജനപിന്തുണ, അത് നടന്നില്ല. അപ്പം അവിടെ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള ഒരു അസ്വാരസ്യങ്ങൾ അന്നേ തുടങ്ങിയതാണ്. അത് ഇപ്പോൾ അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്തത് ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും കേരളത്തിൽ തുടങ്ങുമായിരിക്കാം. നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഹൈക്കമാൻഡിന് സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും ഉറങ്ങാവുന്ന ഒരു അവസ്ഥ സത്യത്തിൽ വിദൂരമാണോ, സ്വപ്നമാണോ അത്? അല്ല, കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ ജനാധിപത്യ പാർട്ടിയാണ്. അപ്പം അവിടെ അഭിപ്രായങ്ങൾ പലതുണ്ടാവും. 100 നേതാക്കന്മാരുണ്ടെങ്കിൽ 200 അഭിപ്രായമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴൊരു വേറൊരു വിഷയം എന്ന് പറയുന്നത് അന്നൊക്കെ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെയാണ് കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്ഥിരമായി ഭരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കോൺഗ്രസ് കേരളത്തിൽ മാറി മാറി വരും. കർണാടകത്തിൽ ഇടയ്ക്ക് BJP വരും, ഇടയ്ക്ക് കോൺഗ്രസ് വരും. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു വലിയ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഇവിടെ ഹൈക്കമാൻഡിന് ഇടപെടാൻ വേണ്ടി എപ്പോഴും അവസരം ലഭിക്കണമെങ്കിൽ കോൺഗ്രസിൽ ഇങ്ങനെയുള്ള തമ്മിൽ തല്ലുണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകത്തിൽ ഇലക്ഷൻ നടന്നു. ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുകയും കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അതായത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് DK ശിവകുമാറായിരുന്നു. പക്ഷേ മന്ത്രിസഭ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നപ്പോൾ നേതൃത്വം, അതായത് ഹൈക്കമാൻഡ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആവട്ടെ എന്ന നിലപാടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള നിലപാട് DK ശിവകുമാർ സ്വീകരിക്കുന്നു. ഏതാണ്ട് 10-12 ദിവസം ഈ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായ പോലെ തന്നെയുള്ള അനിശ്ചിതത്വവും നിരന്തരമായ ചർച്ചകളും ശേഷമാണ് സിദ്ധരാമയ്യ അദ്ദേഹം അംഗീകരിക്കുന്നത്. അങ്ങനെ ഉപമുഖ്യമന്ത്രിയായിട്ട് DK ശിവകുമാറും മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയും വരട്ടെ എന്ന് തീരുമാനിക്കുന്നു. ഒരു 2.5 വർഷത്തിന് ശേഷം പുനരാലോചന നടത്താം എന്നായിരുന്നു DK പക്ഷത്തോട് കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം. പിന്നീട് 1 വർഷം കഴിയുമ്പോൾ തന്നെ വീണ്ടും അവിടെ നേതൃത്വ മാറ്റം എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുകയും DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പറ്റം നേതാക്കന്മാർ ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ ചർച്ച നടത്തുന്നു. അവർ സ്റ്റേറ്റ് തീരുമാനിക്കാവുന്ന സ്റ്റേറ്റിൽ വരുന്നു. ഇവിടെ ചർച്ചകൾ തുടരുന്നു. ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് BJPയും ചില നീക്കങ്ങൾ ആരംഭിച്ചത്. നമുക്കറിയാം കർണാടക എന്ന് പറയുന്നത് നേരത്തെ തന്നെ BJPക്ക് അധികാരം ഉണ്ടായിരുന്നതാണ്. അവർ പല അഭ്യാസങ്ങളൊക്കെ നടത്തിയാണ് അവിടുത്തെ ഭരണം പോയതെന്ന് നമുക്കറിയാം. പിന്നീട് ജനതാദളും BJPയും ചേർന്നുകൊണ്ട് ഭരിക്കുകയും ഒടുവിൽ നടന്ന ഇലക്ഷനിൽ പൂർണ്ണമായും ഔട്ടായി പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരുപക്ഷെ സിദ്ധരാമയ്യെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിയാൽ സിദ്ധരാമയ്യ പക്ഷത്തെ അങ്ങനെ തന്നെ അടർത്തിയെടുത്തുകൊണ്ട് BJP വീണ്ടും കർണാടകത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. DK ശിവകുമാറിനും അങ്ങനെ ഒരു സംശയമില്ലാതില്ല. പക്ഷേ എങ്കിൽ പോലും സിദ്ധരാമയ്യെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ആ വിഭാഗത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ DK ശിവകുമാറിന് മുഖ്യമന്ത്രി ആവാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഈ ഇടക്കിടക്ക് നടക്കുന്നത്. പക്ഷേ സമാധാനപരമായി ഒരു സ്റ്റേറ്റ് സർക്കാരിനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം കർണാടകത്തിൽ തുടക്കം തൊട്ടേ ഉണ്ട്. അതിപ്പോൾ രൂക്ഷമായിരിക്കും നമ്മൾ കാണേണ്ടതുള്ളൂ. ഇപ്പം ദിവസങ്ങളോളം നീണ്ടു നിന്ന മുഖ്യമന്ത്രി ചർച്ചയും തർക്കങ്ങളും പരിഹരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സർക്കാർ ഇവിടെ രൂപീകരിച്ച് മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നത്. ഈ ചടങ്ങിൽ 2 പേരും എത്തിയിരുന്നു. ഒരാൾ മാത്രമല്ല, സിദ്ധരാമയ്യ എത്തിയിരുന്നു, DK ശിവകുമാർ എത്തിയിരുന്നു. മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഒറ്റ നേതാക്കന്മാർ വരുമ്പോൾ ഇവർ 2 പേരും വന്നിരുന്നു എന്നുള്ളത് അവർ 2 പേരും അവിടെ തുല്യമായി കോൺഗ്രസിൽ തുല്യശക്തികളായി തന്നെ തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല DK ശിവകുമാറിനാണ് കുറച്ചും കൂടി കേരള നേതാക്കന്മാരുമായിട്ട് അടുപ്പം കൂടുതലുള്ളത്. ഇതിന് അദ്ദേഹത്തിൻ്റെ വിഭാഗം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സിദ്ധരാമയ്യ നേരത്തെ ജനതാദൾകാരനായിരുന്നു. അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ വന്നു ചേർന്നതാണ്. പക്ഷേ സിദ്ധരാമയ്യ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്നുള്ള നിലയിലും
മാത്രമല്ല കർണാടകത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയുള്ള നേതാവ് എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതും അദ്ദേഹം തന്നെ തുടരട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഒരുപക്ഷെ സിദ്ധരാമയ്യെ മാറ്റി ഡി കെ ശിവകുമാറിനെ ആക്കിയാൽ അവിടെ കലാപങ്ങൾ ഇല്ലാതെ തന്നെ ചിലപ്പോൾ തുടരുമായിരിക്കാം. പക്ഷേ തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യെ അനുകൂലിക്കുന്ന വലിയൊരു ജനവിഭാഗം പൂർണ്ണമായും കോൺഗ്രസിനെ കൈവിടുകയും അവർ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ കർണാടകം പിന്നെയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ ആകെ കയ്യിൽ വെക്കാവുന്ന അല്ലെങ്കിൽ കയ്യിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 4 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളം ഇപ്പോൾ ഉള്ളത്, ഇപ്പം കേരളം, അതുപോലെ തന്നെ കർണാടകം, തെലങ്കാന, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, അങ്ങനെ 4 സ്റ്റേറ്റ് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഈ കയ്യിലിരിപ്പ് കാരണം ചിലപ്പോൾ അത് അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോയാൽ കോൺഗ്രസിന് കനത്ത ക്ഷീണമായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു നേതൃമാറ്റം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാതെ. പക്ഷേ ഡി കെ ശിവകുമാർ പക്ഷം നിരന്തരമായി അവിടെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കുറച്ച് നേതാക്കന്മാർ സ്ഥിരമായി ഡൽഹിയിൽ തന്നെ തുടരുന്നൊരു കാലാവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത് വലിയ ക്ഷീണമുണ്ടാക്കും കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ദീർഘമായ ചർച്ചകൾക്കും ഒക്കെ ശേഷം ജനങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഈ VD സതീശനൊപ്പമാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നിർബന്ധിതമായത് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി കിട്ടുമായിരുന്നു എന്നുള്ളത് വൈകിയാണെങ്കിൽ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനിയിപ്പോൾ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൻ്റെ മുന്നിലുള്ള വലിയൊരു കീറാമുട്ടി എന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരും, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് ആര് വരും എന്നുള്ള ഒരു വലിയ ചർച്ചയാണ്, അല്ലെ തർക്കമാണ്. ഇപ്പം 4 പേര് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ അവകാശവാദം ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് കൊടിക്കുന്നിൽ സുരേഷുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ MP-യും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ ഷാഫി പറമ്പിലാണ് മറ്റൊന്ന് ബെന്നി ബെഹനാനാണ്, മറ്റൊരാൾ ആൻഡോ ആൻ്റണിയാണ്. ഇവരൊന്നുമല്ലാത്ത ഒരാൾ കൂടി ഉണ്ട്, അത് ജോസഫ് വാഴക്കനാണ്. അങ്ങനെ 4 1 5 എന്നുള്ള രീതിക്കുന്നത് ഈ അവകാശവാദം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം പലതരത്തിൽ MP-മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ചുമതലകൾ ഇപ്പോൾ തന്നെ വഹിക്കുന്നുണ്ട്. തന്നെ അവരെ ഒരു കാരണവശാലും ഈ ചുമതല കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റൊരു പക്ഷം ഇവിടെയുണ്ട്. ഇപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് ബിനു ചുള്ളിൻ്റെ പേരാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് പേരുകളൊന്നും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല. ഇനി അപ്രതീക്ഷിതമായി ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം യൂത്ത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് തീരുമാനം എടുക്കും, ആർക്ക് താല്പര്യമുള്ള ആളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി വരുക എന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെ പല നേതാക്കന്മാരുടെയും പിറകിലാണ് പല യൂത്ത് കോൺഗ്രസ്സുകാരും. അതുകൊണ്ട് അവർക്ക് എങ്ങനെയാണോ കൂടുതൽ സ്വാധീനം അതിനനുസരിച്ചുള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കും വരാൻ പോകുന്നത്. മാത്രമല്ല ഇവിടെ ഇനി DCC അധ്യക്ഷന്മാരുടെ ഒക്കെ പുനഃസംഘടനയൊക്കെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ KPCC സെക്രട്ടറിമാരുടെ പോസ്റ്റിൽ തന്നെ കുറേ അങ്ങനെ ഒരു ചുമതല കൂടി കുറേ ആളുകൾ കൊടുക്കാനുണ്ട്. അത് ഏതാണ്ട് 150 പേരുടെ അങ്ങനെ ലിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ ഭരണത്തിൽ പാർട്ടി വന്നതോടുകൂടി KPCC ഭാരവാഹിയാവാനുള്ള നേതാക്കന്മാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഒരു കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടകത്തിലെയും ഒന്നും സംഘടനാ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും പരിഹരിക്കപ്പെടില്ല, അല്ലെങ്കിൽ ഈ തർക്കങ്ങളൊന്നും പൂർണ്ണമായും പരിഹരിക്കപ്പെടാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു അവസ്ഥ. ഹൈക്കമാൻഡ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ശരിക്കും. പക്ഷേ ഇത് വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് കർണാടകത്തിലെ വിഷയം. ഇവിടുത്തെ വിഷയം ഇപ്പോൾ അത്രയും തന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടതല്ല. ഇപ്പോൾ ഭരണത്തിലേറി എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നേതാവിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് AICCക്ക് പറ്റും. അത് പിന്നെ മാത്രമല്ല KC വേണുഗോപാലിൻ്റെ കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവിടുത്തെ ഭാരവാഹിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. പക്ഷേ കർണാടകത്തിൽ അതല്ല സ്ഥിതി. കർണാടകം കുറച്ചും കൂടി സങ്കീർണമാണ്. ഇപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വെച്ച് കേരളത്തെ കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരാഴ്ച പോലും തികച്ചിട്ടില്ല അധികാരത്തിലേറിയിട്ട് ഭരണകൂടം. കർണാടകയിൽ ഇപ്പോൾ ഈ അധികാര കൈമാറ്റ വിഷയങ്ങൾ മൂർച്ഛിച്ച ഒരു സാധനം കേരളം ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമോ ഒരു 2-2.5 വർഷത്തിനപ്പുറം? എത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. കാരണം ഒരിക്കലും VD സതീശനെ പൂർണ്ണമായും ഹൈക്കമാൻഡിൻ്റെ താല്പര്യത്തിൽ നിയമിച്ചതല്ല നമ്മൾ കാണണം. പക്ഷേ അവർ കേരളത്തിലെ ജനവികാരം മാനിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. കേരളത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് VD സതീശനല്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ
രമേശ് ചെന്നിത്തലയായാലും അല്ലെങ്കിൽ കെ സി വേണുഗോപാലായാലും ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ നിയമിച്ചാലും കേരളത്തിൽ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണം ഉണ്ടാവും എന്ന് കൃത്യമായി അറിയുന്ന നേതൃത്വമാണ് വി ഡി സതീശനിലേക്ക് എത്തിയത്. കർണാടകത്തിൽ അതല്ല സ്ഥിതി. കർണാടകത്തിൽ ഡി കെ ശിവകുമാറിന് വലിയ രീതിയിലുള്ള ജനസ്വാധീനമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ജനവിഭാഗം, പ്രത്യേക സമുദായ രാഷ്ട്രീയം അവിടെ കുറച്ചും കൂടി ശക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അവർക്ക് കഴിയാത്തത്. ഇപ്പോൾ കേരളത്തിൽ ഒരു 2.5 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുപക്ഷെ വി ഡി സതീശനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചേക്കാം. അത്തരത്തിലൊരു ശ്രമം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടായിക്കൂടായികയില്ല. അത് കെ സി വേണുഗോപാൽ എത്രത്തോളം അവിടെ സമ്മർദ്ദം ചെലുത്തുന്നു അതിനനുസരിച്ചുള്ള ചില നീക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത്തരത്തിലൊരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബൈ ഇലക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജയിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതും AICCക്ക് വളരെ കൃത്യമായി അറിയാം. ഇപ്പം 2.5 വർഷം കഴിയുമ്പോഴേക്ക് പാർലമെൻറ്റിൻ്റെ കാലാവധി ഏതാണ്ട് അവസാനിക്കും, പുതിയ ഇലക്ഷനൊക്കെ വരും. അപ്പോൾ വേണമെങ്കിൽ 2.5 വർഷം കഴിയുമ്പോൾ കെ സി വേണുഗോപാലിന് കാലാവധി കഴിയുന്നു, അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ, പാർലമെൻറ്റിലേക്കൊരു ബൈ ഇലക്ഷൻ ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് MLA ആവുക എന്ന് പറയുന്നത് വലിയ കടമ്പയായിരിക്കും. അങ്ങനെ എവിടെയെങ്കിലും ഒരു MLA രാജിവെപ്പിച്ച് അവിടെ വന്ന് മത്സരിച്ച് തോറ്റുപോയാൽ അത് കെ സി വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് ഇനി നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലും അത്ര സമാധാനപരമായി വി ഡി സതീശന് ഭരിക്കാൻ പറ്റും എന്ന് ഇപ്പോൾ പറയാനാവില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ 3 ഗ്രൂപ്പുകളുണ്ട്. 3 ഗ്രൂപ്പുകളും വളരെ സജീവമാണ്. അവരുടെ പിന്നിൽ MLA മാരുണ്ട്. പിന്നെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വി ഡി സതീശനെ എതിർക്കുകയും അല്ലെങ്കിൽ കെ സിക്കൊപ്പം നിന്നു എന്ന് പറയുന്ന MLA മാരും അതുപോലെ തന്നെ കെ സി മുൻകൈയെടുത്ത് മന്ത്രിമാരാക്കിയവരൊക്കെ പിന്നീട് ചിലപ്പോൾ അവർ പക്ഷം മാറി വി ഡി സതീശനൊപ്പം നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ 5 വർഷക്കാലവും വലിയ കുഴപ്പങ്ങളില്ലാത്ത മുന്നോട്ട് പോകും. അല്ലാത്ത പക്ഷം കെ സി വേണുഗോപാൽ പക്ഷം വീണ്ടും ഇവിടെ ഇപ്പോഴത്തെ സർക്കാരിൽ വളരെ സജീവമാണ് അവർ മന്ത്രിമാർ. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ല. കോൺഗ്രസിൽ എന്തായാലും സമാധാന അന്തരീക്ഷം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കേണ്ട. എന്തായാലും തമ്മിൽ തല്ലും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞത വി ഡി സതീശനുണ്ട്. അതുകൊണ്ട് വി ഡി സതീശൻ ഇത് വളരെ ഭംഗിയായി കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്.